വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ടൊറന്റോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര നമ്മുടെ ദേവസ്യാസനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോൾട്ട് ലേക്കിനെ ലക്ഷ്യമാക്കി നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ നമ്മുടെ യൂത്തയുടെ കാഴ്ചകളായി കാണുന്നത് കേട്ടോ. ടെമ്പറേച്ചർ നല്ല ഹൈ ആണ്, എന്നാലും വേണ്ട യൂത്തയുടെ മൗണ്ടൻസിന്റെ മുകളിലെല്ലാം ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസം. അതേപോലെ വിൻഷീൽഡ് ഇച്ചിരി ഡേർട്ടിയാണ്, നമുക്ക് വണ്ടി നിർത്തുമ്പോൾ വേണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ് ഒക്കെ? എല്ലാം ഓക്കെ അല്ലായിരുന്നോ? ടെമ്പറേച്ചർ എല്ലാം കാറ്റോ? എവിടെ? എന്നാ ഞാൻ പോയി എല്ലാം കഴിച്ചിട്ട് വരാം. എന്തായാലും സമയം 3 മണിയോടെ അടുക്കുമ്പോഴത്തേക്കും നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി എത്തില്ല. സോൾട്ട് ലേക്ക് സിറ്റി ഇന്ന് അടിപൊളിയാണല്ലോ, നല്ല സൺഷൈനും. ഇച്ചിരിയോടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അടിപൊളിയാവും അല്ലേ? മറ്റേ പച്ചപ്പങ്ങ് വന്ന് കഴിയുമ്പോഴത്തേക്കും ശരിക്കും സോൾട്ട് ലേക്ക് സിറ്റിയുടെ ഇന്നത്തെ ഈ ഡെവലപ്മെന്റിൽ നമുക്കൊത്തിരി പങ്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ സമയം ഇവിടുത്തെ ഇതിന്റെ തുടക്കകാലത്തൊക്കെ ഒത്തിരി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഫർണിച്ചറുകൾ നമ്മൾ ഇഷ്ടംപോലെ കൊണ്ടുവരുമായിരുന്നു പല ബിൽഡിങ്ങുകളിലേക്കും. ഞാനൊക്കെ ആമസോണിന്റെ ഒക്കെ ഇവിടെ തുടങ്ങിയപ്പോ ആമസോണിന്റെ ഒക്കെ ഇപ്പൊ ഈ കാണുന്ന പല ബിൽഡിങ്ങുകളിലും റോഡൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്തൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ഫർണിച്ചർ, ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് ഇവിടുത്തെ ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കരമായിരുന്നു. അത്യാവശ്യം നല്ല വലിയൊരു സിറ്റി തന്നെയല്ലേ. നമ്മളിപ്പോൾ ഏകദേശം എനിക്കൊന്ന് അതിൻ്റെ സിറ്റി തുടക്കം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഇവിടം വരെ ഒരു 50 കിലോമീറ്ററോളം തന്നെ ഈ റൂട്ടിൽ കൂടെ തന്നെ. 50 ആകുമ്പോൾ നമ്മൾ കയറി തിരിഞ്ഞു പോകും, പിന്നെ അങ്ങോട്ട് കിടക്കല്ലേ. പിന്നെ ജോഗ്രഫിക്കലി മൗണ്ടൻസ് എല്ലാം സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള ഒരു ബ്യൂട്ടിഫുള്ളാ അല്ലേ? സോൾട്ട് ലേക്ക് സിറ്റിയിൽ ഞാനും അർജുനും 2 ദിവസം ലേബർ കിടന്ന. അന്ന് ഇവിടെ നിന്ന് നമുക്ക് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ എടുക്കാമല്ലോ, മറ്റേ ആപ്പ് വഴി. അല്ല, നമ്മളാ നിൽക്കുന്ന ലൗസിന്റെ അവിടെ ഉണ്ട്. അതെ, ഞങ്ങള് ലൗസി വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പൊ നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം ഈ സാധനം ഓടിച്ചോണ്ട് കിടക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആ സാധനം എടുത്ത് ഞങ്ങള് സോൾട്ട് ലേക്ക് സിറ്റി കുറച്ച് ഒരു ദിവസം ഞങ്ങള് ലേബർ കിടന്നിട്ടുണ്ട്. അത് കുറെ നാൾ മുമ്പാ. അന്ന് പിന്നെ മറ്റേ അന്നേരം മോട്ടർ എടുക്കുമല്ലേ നമ്മൾ. അന്ന് ലൈവർ എടുക്കുമ്പോൾ അന്നേരം ഉടനെ മോട്ടർ എടുക്കുക. അന്നൊരു പഞ്ചാബിയുടെ, അതായത് നമ്മുടെ ടച്ച് ഷോപ്പിൽ അവർ വന്ന് പിക്ക് ചെയ്തോണ്ട് പോകും. ഇവിടെ സോൾട്ട് ലേക്ക് സിറ്റിയിലൊക്കെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടെന്നോ? പണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അന്നവിടെ ഞാൻ വർക്ക് ചെയ്ത അവിടുത്തെ അച്ഛന്മാരൊക്കെ പഠിക്കാൻ വന്നു ഇവിടെ സോൾട്ട് ലേക്കിലെ യൂട്ടാ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ. അന്ന് നമ്മളതൊക്കെ ഒന്നും കേട്ടിട്ട് പോലും. അതെ, സത്യമായിട്ടും ഇത് യൂസിന്റെ അങ്ങനെ വലിയ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്ന ഒരു പേരല്ലല്ലോ യൂത്ത അല്ലെ യൂട്ട. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാ യൂത്ത എന്നുള്ള ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അറിയാവുന്നവരുടെ ഫേമസ് ഈ വിന്റർ ഒളിമ്പിക്സ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്കീയുടെ ഒക്കെ. അതെ, നമ്മൾ അങ്ങ് പോകുന്ന അവിടെ ഇല്ല, അവിടെ അതിന്റെ ടൂർണമെന്റ് പോലെയോ നടക്കുന്ന. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ വിന്റർ ഒളിമ്പിക്സ് ഒന്നും അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ഇതിനെ കുറിച്ച് അറിയാത്തത്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം സോൾട്ട് ലേക്ക് സിറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗ് ചെയ്തായിരുന്നേ. അപ്പൊ അതിന്റെ അടി കുറെ പേര് ഇതുപോലെ കമന്റ് ചെയ്തായിരുന്നു ഞങ്ങൾ സോൾട്ട് ലേക്ക് സിറ്റിയിലാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ. പണ്ട് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായ ഒരു സാഹചര്യം ഇല്ലായിരുന്നോ? മറ്റേ ഒരു കർമ്മനെ എവിടെ കണ്ടു വെച്ച ഒരു വെള്ളക്കാരൻ പോലീസ് വെച്ചതിന് ശേഷം ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ഒരു വലിയ പ്രശ്നം പോലെ ഇവര് ആ സമയത്ത് ഇവിടെ ഈ സോൾട്ട് ലേക്ക് സിറ്റിയിലെ വലിയ പ്രശ്നമായിരുന്നല്ലോ. അല്ല, ചില ഏരിയാസ് കണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് ഇവര് കൂടുതലുള്ള ബ്ലാക്ക് പീപ്പിൾ ഉള്ളത് ഈ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ കൂടുതലുള്ളിടത്ത് ഭയങ്കര. അപ്പൊ അന്ന് ആ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ സോൾട്ട് ലേക്ക് സിറ്റി കവർ ചെയ്യാൻ നേരത്ത് നമ്മുടെ സോൾട്ട് ലേക്ക് സിറ്റിയിലെ ലൗസ് ഇല്ലേ,
അപ്പൊ അവിടെയൊക്കെ അതായത് പോലീസ് ചേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ഓടിക്കേറി ലൗസിലും ട്രാവലേഴ്സിനെ പോലെ എപ്പോഴും സോൾട്ട് ലേക്ക് സിറ്റിനെ കുറിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സാധനം ഓടി വരും. അപ്പൊ നമുക്കും ടെൻഷനാണ്, കാരണം ഇവരെല്ലാം നമ്മളെ, കാരണം ഒരു വലിയ ക്രൗഡല്ലേ വയലന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്രൗഡ് വരുന്ന കൂടെ മോഷണം നടത്തുന്നവരുണ്ട്. അതെ അതെ. അപ്പൊ ഈ ലൗസിലേക്കൊക്കെ ഓടിക്കയറുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു കത്തിയോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും കയ്യിലുള്ള കൊടുക്കേണ്ട കാര്യമല്ലേ. ഇന്നാള് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ ഇതിലെ പോയി കഴിഞ്ഞപ്പം ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് ഈ മലയിൽ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഫയർ വൈൽഡ് ഫയർ ആയിട്ട് അതെനിക്ക് അന്ന് ഇതുപോലെ ഞായറാഴ്ച ദിവസം കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അവിടെ വഴിയിലൊക്കെ ഇങ്ങനെ സിംഗിൾ റോഡാക്കി വിടുമായിരുന്നു. അന്നേരം നമ്മളിങ്ങനെ അവിടെ നിർത്തി ഞങ്ങള്. അപ്പം ഇങ്ങനെ ചാനലുകാരും എല്ലാം ഭയങ്കര ഇതായിട്ട് അവൻ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ. അന്നേരം പിന്നെ ഫയർഫോഴ്സോ പിന്നെ ഇവര് മറ്റേ അവിടെ ആ ഡാമില്ലേ, നമ്മുടെ ആ ഒരു ഡാം ഉണ്ടല്ലോ അപ്പുറത്ത്, അവിടുന്ന് മറ്റേ ഇതില് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഹെലികോപ്റ്ററിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്യായിരുന്നു. ഞാനും അർജുനും നാളെ തൊഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും വൈൽഡ് ഫയർ നടക്കുക കേട്ടോ. ഒരു മല ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ട്രാഫിക് ഫുള്ള് സ്റ്റക്കാ. നമ്മുടെ വണ്ടികൾ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നുണ്ട്. അത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഫയറിന്റെ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ കൂടെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പം നമ്മള് ഒന്ന് സാമൂഹ്യ സേവനം ചെയ്തേക്കാന്ന് ഓർത്ത് ചാടി ഞങ്ങള് വണ്ടിയുടെ ചില്ല് കത്തിയിട്ട്. അപ്പൊ ഇവരെന്നെ നടന്നു പോണെന്ന് അറിയത്തില്ലല്ലോ, ഇവര് പെട്ടെന്ന് ചെല്ലണ്ടവരല്ലേ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. ഞങ്ങള് ചോദിച്ചു ലിഫ്റ്റ് വേണോ കൊണ്ടുവിടണോ എന്നൊക്കെ ചോദിച്ചു. വേണ്ട നിങ്ങൾ ഞങ്ങൾ നടന്നു നോക്കളാം. അല്ല അതിന്റെ ഒരു ലോജിക്ക് ഒന്നും വെച്ചാൽ അപ്പൊ അത് പ്ലാൻഡ് ബേണോ അല്ല, അതിന് ഓൾറെഡി നമുക്കൊന്നും ചെന്നിട്ട് ചെയ്യാനില്ല, അത് കത്താനുള്ള കത്തട്ടെ. കാരണം ഒരു സർക്കിളിലേക്ക് വരുമ്പോഴായിരിക്കും അവർ അതിന്റെ ബൗണ്ടറി വെച്ചേക്കണത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചൊരു വീട് അനുഭവമായിരുന്നു. ഒന്ന് രക്ഷകരാവാൻ നോക്കിയപ്പോഴത്തേക്കും വേണ്ട നമ്മള് വേറെ കണ്ടതാണ്. നമ്മുടെ ഈ കയറ്റം കയറി സോൾട്ട് ലേക്ക് സിറ്റിയുടെ മുകളിലെത്തി കേട്ടോ. ഇവിടുത്തെ ആ മൗണ്ടൻസിന്റെ ഒക്കെ മുകളിലെത്തി. അപ്പൊ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ചെക്ക് ഏരിയ ഉണ്ട്. ഇവിടെ നിർത്തി ഷിഫ്റ്റ് മാറിയ ചേച്ചാ. നമ്മളിപ്പം ഷിഫ്റ്റ് മാറാൻ വേണ്ടി നിർത്തിയേക്കുന്ന ഈ ബ്രേക്ക് ചെക്ക് ഏരിയ കണ്ടില്ലേ, ഇവിടുന്ന് സൈഡിലേക്കുള്ള വ്യൂസ് ഒക്കെ നോക്കിയിട്ട് കിട്ടില്ല. കുറേ ക്യാബിൻസ് ഒക്കെ കാണാവേ. ഓക്കെ, ഇവിടുന്നൊക്കെ മഞ്ഞ് പെയ്ത് കഴിയുമ്പോഴുള്ള വ്യൂ എന്തായിരിക്കും അല്ലേ, ആലോചിച്ച് എന്നാ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് ലേക്ക് സിറ്റി കഴിഞ്ഞാൽ പാർക്ക് സിറ്റിയിലേക്ക് നമ്മളെ കയറും കേട്ടോ. പാർക്ക് സിറ്റിയുടെ ഔട്ടറാന്ന് പറയാം. ഒന്ന് മടക്കിക്കോട്ടെ. ഇപ്പം പാർക്ക് സിറ്റിക്ക് അടുത്ത ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ പുറത്ത് നല്ല കാറ്റുള്ളത് കൊണ്ട് ഫീൽസ് ലൈക്ക് മൈനസ് ടെമ്പറേച്ചർ ആണ്. കുഴപ്പമില്ലല്ലോ അല്ലേ. നമ്മുടെ ഓയിൽ പാനിന്റെ ലീക്ക് ചെക്ക് ചെയ്തിരുന്നു. സംഭവം കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ടയറൊന്ന് നോക്കിയേക്കാം. വണ്ടിക്ക് ചുറ്റും നടന്നാ പോരെ എന്ന് ഓർത്തുകൊണ്ട് ജാക്കറ്റ് ഇട്ടില്ല, ചുമ്മാ ഇറങ്ങിയതാ. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റ്. Tell me all your dreams alive.
ഏകദേശം 5 മണിയോടെ എടുക്കുമ്പോൾ നമ്മൾ വേണ്ട വയോമിങ്ങിൽ ജസ്റ്റ് കയറുമ്പോൾ തന്നെ റോഡ്സ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത്. റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. എല്ലാവരും ഇവാൻസ്റ്റണിലെ ട്രക്ക് സ്റ്റോപ്പുകളിലേക്ക് റിട്ടേൺ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് വാണിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇവിടെ ഭയങ്കര വിൻഡാന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പം ഇന്നിപ്പം വിൻഡൊന്ന് ശമിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ റോഡെല്ലാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിരിക്കും അത്. ചിലപ്പോൾ ആ റോഡിൽ എന്തായാലും അപകടം നടന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിരിക്കും. അല്ല ഇപ്പൊ ഇവിടെ ആ പാർക്ക് ചെയ്യുന്നിടത്ത് കുറെ വണ്ടികൾ കയറ്റിയിടാലോ. ഈ ട്രക്ക് പാർക്കിങ്ങിൽ അങ്ങ് കയറ്റിയിട്ടൂടെ നമുക്ക്. അവിടെ വണ്ടി ആരും കയറുന്നില്ല. അങ്ങോട്ട് കയറാൻ പറ്റിയില്ലാത്തോണ്ടായിരിക്കും, കയറ്റിയില്ലാത്തോണ്ടായിരിക്കും കയറുന്നത്. അവിടെ പോലീസ് കിടപ്പുണ്ട് അങ്ങോട്ട് കയറ്റാണ്ട്. ഓ അവൻ മറ്റേ ലൈവ് ആയോണ്ട് മറ്റേ ആനിമൽസ് അല്ലേ. അപ്പോൾ അവൻ ചിലപ്പോൾ അപ്പുറത്തൂടെ ഗ്രീൻ ഇത് വണ്ടിക്കാരെ എനിക്കൊന്ന് അങ്ങോട്ടുള്ള കുറച്ച് പേരെ വിടുന്നുണ്ടോ. നിഷാന്റെ സൈഡിലേക്കും കിട്ടാറോ? വലിയ തെറ്റില്ല. അല്ല അതിന്റെ അപ്പുറത്ത് അത് വേണ്ട, കയറ്റാൻ പാടായിരിക്കും. അല്ല ഇച്ചിരി വേണം ഫ്രണ്ടിലോട്ട് വേണം ശാലോടെ. അല്ല ഇവൻ ബാക്കിയുള്ളവരെക്കാളും ഒത്തിരി മുമ്പിലേക്ക് വലിഞ്ഞ് കിടക്കണം നിഷാൻ. ആണോ? അല്ല പുറയിലവിടെ കണ്ട് സ്കെയിലല്ലേ, അത് കയറുന്നത് നമ്മൾ തടസ്സപ്പെടുത്തുന്നുണ്ടോന്നൊക്കെ നോക്കാം. നമ്മളിപ്പോൾ വേണ്ട ഇവാൻസ്റ്റണിലെ ഒരു ഫ്ലൈങ് ജയിൽ തൽക്കാലം തട്ടിക്കൂട്ടി പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പം വയോ റോഡ് ഇൻഫോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വയോമിങ്ങിലെ എല്ലാ ട്രാഫിക് ഇൻഫോസും കിട്ടും അല്ലേ സാറേ? ഇൻക്ലൂഡിങ് നമുക്ക് ലൈവ് ക്യാമറാസ് വെച്ചിട്ട് ഓരോ റോഡിന്റെ കണ്ടീഷൻ ഓരോ സമയം. അപ്പൊ അതുകൊണ്ട് അതിൽ ട്രാക്ക് ചെയ്ത് റോഡ് തുറന്നു കഴിയുമ്പോൾ വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും നേരത്തെ കൊണ്ടുപോയിട്ട് നന്നായി കേട്ടോ. കാരണം എന്താ ഇപ്പം ട്രക്കുകളൊന്നും സ്ഥലമില്ലാതെ മൊത്തത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുക. കാരണം ഈ കാണാവുന്ന ട്രക്കുകളെല്ലാം ഇങ്ങോട്ട് ഇവർ തിരിച്ചു വിട്ട് കഴിഞ്ഞ് ഇവരെല്ലാം എവിടെ പോയി പാർക്ക് ചെയ്യും? പാർക്കിംഗ് ഇല്ലാതെ ഒന്ന് വളച്ചെടുക്കാനും പറ്റുന്നില്ല. അല്ല ഇവിടുത്തെ റോഡ് ക്ലോഷർ കാണിക്കുന്നില്ലല്ലോ. അല്ല ഇവിടെ ഏതാ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ശരിക്കും ഇവിടെ അല്ല ശരിക്കും ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ മുമ്പ് ഇതുണ്ടല്ലേ നമ്മുടെ ജീപ്പ് ഇത് നോക്കിയേ, ഇതുണ്ടോ? ഇത് ക്ലോസ് ചെയ്തേക്കുന്ന ഇവര് കാണിച്ചേക്കുന്ന ഇപ്പം റോളിങ്സിന്റെ ഭാഗത്താ. ഇതിപ്പോഴും ഇവിടെ ശരിക്കും റോഡ് അത് ഇതാ ഇവര് പിന്നെ ഇവിടെ ട്രക്ക് മൊത്തം ട്രാഫിക് അങ്ങോട്ട്. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ റിവർ വേണേലും ഒക്കെ പോവാം. ലിറ്റിൽ അമേരിക്ക ഒക്കെ കഴിഞ്ഞ് ഗ്രീൻ റിവർ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഓപ്പണാ ശരിക്കും. റോക്ക് സ്പ്രിംഗ് എന്ന് പറയുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞിട്ടാണ് അതിനപ്പുറത്തോണ്ടാക്കും. കാരണം അത് കഴിഞ്ഞ് പിന്നെ എക്സിറ്റ് വരുന്നില്ലാത്തതുകൊണ്ട്. അല്ല ഇവര് ഇവിടെ മേലെ ഈ ട്രാഫിക് റീറൂട്ട് ചെയ്തേക്കുന്നത്. അത് ഇവിടുന്ന് അതാണ് മനസ്സിലാവുക. വേണ്ട നിങ്ങൾ കണ്ടോ, നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ട്രക്കുകളെല്ലാം വന്ന് നിറഞ്ഞു. ഇനിയിപ്പോൾ റോഡ് ക്ലോസ് ആയാലും
ഒക്കെ എടുത്തോണ്ട് പോകാൻ നല്ല പാടായിരിക്കും. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ വന്ന് കയറി കിട്ടിയ ഒരു സ്പോട്ടിൽ പെട്ടെന്ന് ഇട്ടത് നന്നായി. അല്ലെ ഇപ്പൊ പാർക്കിംഗ് കിട്ടാതെ നമ്മൾ കിടന്ന് വലഞ്ഞേനെ. അതിനെന്നറിയാം അമ്മമാർ ഇവിടുന്ന് വണ്ടി ക്ലോസ് ചെയ്യണേ. നമുക്ക് ഇവിടുന്ന് ഡീവിയേഷൻ എടുത്ത് കറങ്ങി പോകണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇച്ചിരി മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. ഈ 8 സ്കിപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ 189 എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു റൂട്ടുണ്ട്. എനിവേ ഈ സൈഡ് റൂട്ടൊക്കെ പിടിക്കണമെങ്കിൽ നമുക്ക് ഇവാൻസ്റ്റണിൽ നിന്ന് ഇച്ചിരി ഇവിടെ മുമ്പോട്ട് പോയാൽ പറ്റുള്ളൂ. അപ്പോൾ ആ റോഡുകളെല്ലാം നിറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അല്ല മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടോ ആയിരിക്കാം അവന്മാർ ഇവിടുന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ ഏകദേശം 4 മണിക്കൂറോളം 3 മണിക്കൂർ 52 മിനിറ്റും ഇവിടെ പാർക്ക് ചെയ്ത് കിടന്നു. അപ്പോൾ റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേവസ്യാച്ചൻ തന്നെ ആപ്പിലും ചെക്ക് ചെയ്തു. എങ്ങനെയായിരുന്നു സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ? അതപ്പോൾ ആപ്പിൽ നമ്മൾ ഇതുണ്ട് ഗ്രീൻ കിടക്കുന്നുണ്ട് കഴിയുമ്പോൾ ഇത്ര നേരം റെഡ് ആയിരുന്നു. റെഡ് ആയിട്ട് ക്ലോസ് ചെയ്ത ഏതാ ഇൻട്രസ്റ്റ് മറ്റേ എക്സിറ്റ് കൂട്ടി അവർ പറയും. ഇപ്പം ഇവിടെ ഇതുണ്ട് ഈസ്റ്റ് ബൗണ്ട് ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ രണ്ടും ഉണ്ട്, ഈസ്റ്റ് ബൗണ്ടും വെസ്റ്റ് ബൗണ്ടും ഉണ്ട്. അപ്പോൾ ഈസ്റ്റ് ബൗണ്ടിൽ ഓരോ എക്സിറ്റിന്റെ അവർ ആ നേരത്തെ ക്ലോസ് ചെയ്ത് കിടക്കുന്ന ഓരോ ഇപ്പോൾ ഇവാൻസ്റ്റൺ എന്ന് പറഞ്ഞ 18 അങ്ങനെ ഓരോ എക്സിറ്റ് നമ്പർ വെച്ചാണ് അത് ക്ലിയറാ. അല്ലെങ്കിൽ ഇവിടെ റെഡില് റോഡ് ക്ലോസ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഇത് ഇവിടുത്തെ വയോമിങ്ങിന്റെ സ്റ്റേറ്റിന്റെ DOTയുടെ ട്രാഫിക് അലേർട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിന്റെ ഉണ്ടാകുന്ന റോഡ് ക്ലോഷർ മുഴുവൻ ഏത് റോഡാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ വരും. ഇപ്പോൾ നമുക്കെല്ലാം പോകേണ്ടത് എല്ലാം കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്നോ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിപ്പോൾ കിടക്കുന്നത് റോഡ് കണ്ടീഷനാണ് വെറ്റെന്ന് കിടക്കും, ചെറുതുകൊണ്ടോ ഡ്രൈന്ന് കിടക്കുന്നു. അങ്ങനെ അതിനകത്ത് വരും. അപ്പം ഈ വെറ്റ് പച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വെറ്റ് എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്ലിപ്പറി ആണെങ്കിൽ അവരൊരു ഓറഞ്ച് കളറിലായിരിക്കും, യെല്ലോ കളറിൽ അതിൻ്റെ ആ ഒരു റേഞ്ചിൽ. അപ്പം ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം റോഡ് ക്ലോസ് ചെയ്തെന്നുള്ളത്. ഇതിപ്പോൾ അവിടുത്തെ അങ്ങ് നമ്മൾ ചെല്ലുന്ന ഒരു 283 അവരിപ്പോഴും അത് ഓപ്പൺ ആക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും അത് ഓപ്പൺ ആവുമായിരുന്നു. എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്കും വണ്ടി എടുത്ത പയ്യെ അങ്ങ് പോയേക്കാം. അല്ല അടിപൊളി സൺസെറ്റ് ആട്ടോ. ഓ കിടിലം ഫ്രെയിം. നമുക്ക് പയ്യെ എടുത്തോണ്ട് പോയേക്കാല്ലേ. ഈ പഴയ പൈലറ്റ് ആയിരുന്നേ, അതാ ഇവിടെ ഈ കൺജസ്റ്റഡ് പൈലറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇത് പിന്നെ ഇച്ചിരി വലിയ പൈലറ്റാണ്. 4 മണിക്കൂർ അങ്ങ് പോയി. ഇത് മിക്കവാറും ഉണ്ടല്ലോ സാറേ നമ്മളെ ബുധനാഴ്ച പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നണല്ലോ. അപ്പൊ അത് പാടായിരിക്കും, കാരണം നമ്മൾ ഇവിടുന്ന് പോകണ്ട ഇത്രയും ദൂരം കൂടെ ഉണ്ട്. പിന്നെ കാരണം അതായത് മിനിമം നമുക്ക് ഒരു ഞാൻ പറയാം ഒരു 3000 എങ്ങനെ പോയാലും ശ്വാസം വിടാതെ ഓടിയാൽ പോലും 34 മണിക്കൂർ 35 മണിക്കൂർ വേണം. ഇതിനകത്ത് ചിലപ്പോൾ ഈ സിംഗിളുകാരൊക്കെ കാണുവേ, പിന്നെ അവര് പിന്നെ നോക്കി 4 മണിക്കൂർ കിടന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഡ്രൈവിംഗ് ടൈം അങ്ങ് തീരൂലേ. അത് ഇവിടെ മറ്റേ ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ചിലയിടത്തൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇപ്പം ഉദാഹരണമായിട്ട് ഒരു ആശുപത്രി ചെന്നാൽ പോലും ഇപ്പം എമർജൻസി തിരക്കാണെന്ന് പറഞ്ഞാൽ അവരാ ഒരു പയ്യെ സ്ലാമട്ടിൽ അവർ ആ സിസ്റ്റം ഒരു ഇതായിട്ടങ്ങ് ചെയ്യല്ലേ. ഇപ്പം അതിന്റെ 10 ഇരട്ടി നമ്മുടെയൊക്കെ ആശുപത്രികളിലെ നാട്ടിലേക്ക് വരുമ്പം അത് പെട്ടെന്ന് ആൾക്കാരൊന്ന് സ്പീഡപ്പ് ആക്കും. ഡിലേ വന്നല്ലോ, അപ്പൊ ബാക്കി ഒന്ന് ക്യാച്ചപ്പ് ചെയ്യണല്ലോ. ഓക്കെ, അതെ, എല്ലാവരും ആക്റ്റീവ് ആയിക്കുക എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇവിടെ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നു പറഞ്ഞ ഒരു 10 വണ്ടി ഇവിടെ ട്രാക്ക് മാറ്റിയിട്ടോ. ഇപ്പൊ എന്തായാലും അവിടെ ക്ലോസ് ആണല്ലോ, ഇതിനെ ഒരുത്തിനും അങ്ങനെ പോയല്ലോ, പേടിച്ച് പോയല്ലോ. അപ്പൊ ഇങ്ങോട്ടൊരു 10-30 വണ്ടി കയറ്റിയിട്ട് അത്രയടാ അത് ചെയ്യല അവര്. അത് കൺവീനിയന്റ് ആയിട്ടുള്ളത് ചെയ്യല. കാരണം അവിടെ ആ സ്നോ മാറ്റുന്ന വണ്ടിയും വേറൊരു വണ്ടി അവിടെ കിടപ്പുണ്ട്. അവൻ ഇവിടെ ആ ബ്ലോക്ക് ചെയ്ത് ഇവിടെ കെട്ടയച്ചിട്ട് ഇവിടെ ഒരു ഇത്ര വണ്ടി എണ്ണം ഉണ്ടല്ലോ, അത്രയും നമ്മളിപ്പോ അങ്ങോട്ട് ആ ട്രക്ക് സ്റ്റോപ്പിൽ പോയേക്കുന്ന ഒരു പകുതി മുക്കാളം ഇവിടെ കയറും. അതെ, അത് ബാക്കിയുള്ളത് അങ്ങോട്ട് വിടുമ്പോ അത്രയും അവിടെ കിട്ടിയല്ലേ. നമ്മള് പ്രാക്ടിക്കൽ ആണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. അത് പണ്ട് മറ്റേ ഇത് പറയുന്ന പോലെ ഇവിടത്തെ തന്നെ ഇതാ അവനോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി തിരിച്ചു വിടാൻ, അവൻ വണ്ടി തിരിച്ചു മാത്രമേ വിടുള്ളൂ. എന്നാ അത് ഗുണമല്ലേ സാറേ? അത് ഇവിടുത്തെ പാർക്കിംഗ് കുറെ ഉണ്ടല്ലോ, അവര് അതന്നെ ബാധിക്കുന്ന കാര്യം. എല്ലാരും കൂടെ തിരിച്ചങ്ങോട്ട് ചെന്നാ ഇവരെല്ലാരും എവിടെ പോയി പാർക്ക് ചെയ്യും? അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അവരെ തിരിച്ചു വിടൂ. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയില്ലായിരുന്നു. ഞാനൊക്കെ ഇവിടെ ആകാശത്തോടെ പോയിട്ടുണ്ട്. ഇത് എതിരെ പോകുന്നത് പോലും നമുക്ക് അറിയത്തില്ലാത്ത സിറ്റുവേഷൻ കൂടെ പെടില്ല പോയിട്ടുണ്ട്. അതായത് നല്ല സ്നോഫാൾ ആയിരിക്കും, ആ കൂടെ കാറ്റുമായിരിക്കും. ഇത് ആകാശം ഏതാ വഴി ഏതാന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഈ ഹുഡിന്റെ മോള് വരെ ഉണ്ടല്ലോ ഒരു വെള്ളം ഇങ്ങനെ നമ്മൾ ഈ ആകാശം കിടക്കുന്ന പോലെ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ വണ്ടി ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ മറ്റേ ഇതിൽ വല്ലതും കേറുമ്പോഴേ അറിയത്തുള്ളൂ ഇത് റോഡിന് വെളിയിലാ സ്ട്രിപ്പ് പോലത്തെ വെള്ളം ഉണ്ടല്ലോ.
അന്നാണ് ഞാനൊക്കെ ഈ GPS നന്നായിട്ട് സൂം ചെയ്ത് ഓടിക്കും. കാരണം അതിന്റെ ആ വരയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശമൊക്കെ വളവും നമുക്ക് അറിയാലോ, ഇങ്ങനെ ഒരു മറ്റേ കർവ് വരുന്നുണ്ട്. വെന്റുകൾ എവിടെയാ വരുന്നത്? മറ്റേത് കാണത്തില്ല. അല്ല, ആദ്യമായിട്ടാണ് ഇത് സ്റ്റേറ്റിന്റെ മൊത്തം റോഡ് ഇത്രയും നീട്ടത്തിൽ കവർ ചെയ്യുന്നതായിട്ട്. അത് കാറ്റ് ഇന്നലെ കൊണ്ട് തീർന്നാ വൈകുന്നേരം. അപ്പൊ അതിന്റെ സ്നോ കിടക്കും. അപ്പൊ ആ കൂടെ ക്രാഷ് കൂടെ വന്നേക്കുന്നത് അതിപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓടി പോയ പോലെയാ. ഇതുപോലെ കിടക്കുന്ന റോഡിലോട്ട് പെട്ടെന്ന് ആ ഭാഗത്ത് ഈ സ്നോ വീണിട്ട് രാത്രിയിൽ എനിക്ക് വന്ന മൈനസ് ആയിരുന്നു ഇവിടെ. അപ്പൊ അത് പെട്ടെന്ന് ചെന്നിട്ട് കാണുമ്പോ പെട്ടെന്ന് ഒരു ചവിട്ടുകൂടെ ചവിട്ടുമ്പോ തന്നെ നല്ല സ്പീഡിലാണല്ലോ നമ്മൾ പോകുന്നത്. ഒരു കുളത്തിലും ചിലപ്പോ അന്നേരം ചിലപ്പോൾ കിട്ടിയാലേ, ചിലപ്പോ രാത്രി ആയിട്ട് ഹാഫ് ഉറക്കമാണെങ്കിൽ സെറ്റാ. അപ്പൊ ഫുള്ള് സ്നോ വീഴുമ്പോ നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഇനി ആ ഫ്രണ്ടിൽ സ്നോ ആണെന്നുള്ള ഒരു ഇതുണ്ട്. സ്ലിക്ക് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെ അത്യാവശ്യം നല്ല വെയിറ്റ് വേണം. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ നമ്മുടെ കിടക്കുന്ന യാർഡ് തന്നെ മതി. നമ്മൾ ഇന്ന് കൊണ്ടിട്ട് നമ്മൾ ഇന്നലെ ഇവര് 2-3 സ്പേസ് കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അവിടെ ഒരു ലോക്കൽ ഡ്രൈവറും, ഇവർക്ക് കാലിഫോർണിയയിലൊക്കെ ഇഷ്ടം പോലെ കസിൻസും ബന്ധുക്കാരൊക്കെ ഉള്ള റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അല്ല, അതിന്റെ ആവശ്യമില്ല. അതായത് അവിടെ ഒരു യാർഡിൽ വെക്കുന്നു, പേപ്പർ വെക്കുന്നു, ഒരു ഡേ ക്യാപ്പിന്റെ ഒരു ഡ്രൈവറും ഒരു ഡേ ക്യാപ്പും മതി. അപ്പൊ നമ്മളിവിടെ കൊണ്ട് അവിടെ കൊണ്ട് ഇടുന്നു. ഡെലിവറി നമ്മൾ നടത്തണമെങ്കിലും കുഴപ്പമില്ല. പിക്കപ്പ് ചെയ്ത് അവർക്ക് ഇടാൻ പറ്റും. അതായത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വന്ന് ഡെലിവറി നടത്തിയതിന് ശേഷം അപ്പൊ പലപ്പോഴും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി നടത്തി ഓടുവാണല്ലോ. ചിലത് 3 മണിയാകുമ്പോൾ അല്ല 5 മണിയാകുമ്പോൾ ഇത് അടയ്ക്കും. അപ്പൊ നമ്മൾ ട്രാഫിക്കിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കറക്റ്റ് സമയങ്ങളിലാണ് ഒട്ടുമിക്ക സമയങ്ങളിൽ ചെല്ലുന്നത്. അപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും 24 മണിക്കൂർ അവിടെ കിടക്കുക. 24 അല്ല, അത് കൂടുതൽ വരും. വീക്കെൻഡ് ആണെങ്കിൽ 2 ദിവസം കിടക്കും. അപ്പൊ ഇതാകുമ്പം ഇപ്പൊ നമ്മുടെ ഇതിലാണെങ്കിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് അവിടുന്ന് ട്രിപ്പില്ല. ഇപ്പൊ ഇങ്ങനെ അവിടെ ഒരു യാർഡിലോട്ട് ഇതുപോലെ ലോഡ് എടുത്തിടുവാണെന്നുണ്ടെങ്കിൽ വ്യാഴവും വെള്ളിയും ട്രിപ്പ് പോവാം. കാരണം നമുക്ക് ശനി ഞായർ എപ്പോ വന്നാലും ഇവിടെ സാധനം എടുക്കുന്നു, അന്നേരം നമ്മൾ തിരിച്ചു പോകും. അപ്പം ഡ്രൈവർമാർക്ക് ഒരു ഉത്സാഹം, അപ്പൊ കൂടുതൽ ഓടാനൊരു ഉത്സാഹം. പിന്നെ മേക്ക് മോർ മണി എന്നുള്ളൊരു ഇത് വരുമ്പോ തന്നെ ഒരു മാസത്തിൽ ഇപ്പൊ 4 ട്രിപ്പ് പോകുന്നതിന് ഒരു 5 ട്രിപ്പ് പോകാം. കാരണം 5 ദിവസം എടുക്കില്ല, 4 ദിവസം കൊണ്ട് തിരിച്ചു വരും. കാരണം നമുക്ക് വെയിറ്റിംഗ് ടൈമിന് പൈസ ഇല്ലല്ലോ, ഓട്ടത്തിലാണല്ലോ നമുക്ക് പൈസ. അപ്പൊ അങ്ങനെ വരുമ്പം കൂടുതൽ ഓടും. അപ്പൊ അതായിരുന്നു പണ്ട് നമ്മൾ ഈ ടെക്സാസിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് യാർഡ് ടു യാർഡാ. ഇപ്പഴാ മാറിയത്. നേരത്തെ എല്ലാരും പോയിക്കൊണ്ടിരുന്ന ടെക്സാസ് പോകുമ്പോ വെച്ചാൽ നമ്മള് അതായത് 2-3 സിറ്റീസ് ഉണ്ടല്ലോ, ഓസ്റ്റിൻ ഇങ്ങനെയുള്ള. അപ്പൊ ആ സിറ്റീസ് നമ്മൾ രാത്രി കവർ ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ടൈം വെച്ച് നമുക്ക് പോയാൽ മതി. അപ്പം ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് നമ്മളൊരു വൈകുന്നേരം ഒക്കെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി യാർഡിൽ നിന്ന്. അപ്പൊ നമ്മള് ബോർഡറിൽ ഒരു പാതിരാത്രി 1 മണി 2 മണിയൊക്കെ, അന്ന് നമ്മൾ വിൻസർ ആയതുകൊണ്ട് 1 മണി 2 മണിയാകുമ്പോൾ ചെല്ലുമ്പം നേരെ ഇത് കേറുന്നു. ഇനിയിപ്പോ എക്സ്റേ ഉണ്ടേ പോലും അതും പടയെന്ന് തീരും രാത്രിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ചെല്ലുമ്പോഴത്തോളം ഇതുപോലെ തന്നെ ഒരു സന്ധ്യ സമയമായിരിക്കും ചെല്ലുന്നത്. അപ്പൊ ഈ ഹോസ്റ്റലിലൊക്കെ സന്ധ്യ സമയത്ത് ചെല്ലുമ്പോഴത്തേന് ഈ ടൗണിൽ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യും. അപ്പൊ അത് പകല കവർ ചെയ്യുന്നെങ്കിൽ നമ്മൾ തിരക്കിപ്പെടും. അപ്പൊ അത് അങ്ങനെ സമയം സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് ട്രിപ്പുകൾ കവർ ചെയ്യും. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 2 ട്രിപ്പ് ടെക്സാസ് അടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോയാൽ ആ ഒരാഴ്ച നമ്മള് ഒരു ശനിയാഴ്ച കൂടെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അപ്പൊ തന്നെ 3 ട്രിപ്പായി. മൊത്തത്തിൽ ഒരു മാസത്തിലെ നമ്മുടെ ആകെ ട്രിപ്പുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എണ്ണത്തിൽ കൂടുതലായിരിക്കും. നല്ല, അതായത് അന്ന് എനിക്ക് വന്ന് 15,000 വരെ കാശുണ്ടാക്കിയവരുണ്ട്. which means more money for the driver and more money for the company. പിന്നെ പൈസയും കൂടുതലുണ്ടായിരുന്നു, അത് വേറെ വശം. അപ്പൊ നമുക്ക് നമ്മൾ ഓടുവല്ലേ, ഓട്ടം. അപ്പൊ ഓടുന്നവനും ഒരു ഇത്, ഓടിക്കുന്നവനും ഒരു ഇത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത്. അപ്പൊ അതിവിടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. Said I made up my mind this time.